1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. God has given me a simple thought to speak to you. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി എത്ര ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. മതി. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറയുന്ന, അല്ലെങ്കിൽ കൊരിന്ത്യ സഭയിൽ പറയുന്ന, ഇന്നത്തെ തലമുറയിൽ കേൾക്കേണ്ട, ശുശ്രൂഷകരും അല്ലാത്തവരും എല്ലാം കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ വേറൊന്നും അറിയാത്തവനായിരിക്കാൻ ആഗ്രഹിച്ചു. എൻ്റെ പ്രസംഗത്തിന് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല ആധാരമായിരുന്നത്, അതിന് ആധാരമായിരുന്നത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. A word that should be spoken today in every ministry is this, that Apostle Paul is speaking to the Corinthian church, that I spoke the Christ crucified. Other than that, I did not speak anything else. I did not come with enticing wisdom words, but I came with the power of Holy Spirit and the demonstration of the power of God. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. I took a decision that I should come to you with in the knowledge of crucified Christ. ദൈവത്തിന്റെ ശക്തി തന്നെ അതിന് ആധാരമായിരിക്കേണ്ടതിനാണ്. So that the foundation be the power of God. എൻ്റെ വചനം, എൻ്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. My preaching, my words weren't enticing wisdom words. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. They were the demonstration of the Spirit and the power. എൻ്റെ വചനം, എൻ്റെ പ്രസംഗം ആത്മാവിന്റെ പ്രദർശനമാണ്. My preaching, my word, they are the demonstration of the Spirit. എന്ന് വെച്ചാൽ സുവിശേഷം താൻ വാചകമടിയല്ല, കുറെ ജ്ഞാനം ഇറക്കുന്ന സ്ഥലമായിട്ടല്ല താൻ കാണുന്നത്, ഇത് കാണാവുന്ന വിധത്തിൽ പ്രദർശിക്കപ്പെടുന്നതാണ്. So gospel when we preach is not just speaking or just to chat or where you display the knowledge, but it is a place to demonstrate. പൗലോസ് പറയുന്നത് എൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്, താൻ കേൾക്കാനുള്ളതിനേക്കാൾ കാണാനുണ്ടെന്നാണ്. Apostle Paul is saying that his ministry is not just hearing, but more it is about saying. ഇത് ആത്മാവിന്റെ പ്രദർശനമാണ്. It is the demonstration of the Spirit. ഇത് കാണാനുണ്ടെന്ന്. It is so much that you can see. തൊട്ടിട്ട് പറ, സുവിശേഷത്തിൽ കേൾക്കാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ കാണാനുണ്ട്. Touch the person nearby you and say, the gospel is more of seeing than hearing. കേൾക്കാനുള്ളതിനേക്കാൾ കാണാനുണ്ടാകും. More than hearing, it is seeing. നിങ്ങൾക്ക് കാണാനുണ്ടാകും. You can see. സുവിശേഷം കാണാവുന്ന പരുവത്തിന് വരുമെന്ന്. You will be able to, your gospel will come in the form that you be able to see. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തല്ല, എന്താണ്? If you ask me what is gospel, what is not gospel, വളരെ സിമ്പിളായി ഞങ്ങൾ കുറച്ച് സമയം പറഞ്ഞിട്ട് ഇതെന്ത് പ്രസംഗിച്ചോ അത് കർത്താവ് തെളിയിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നത്. Very in simple words I'm going to say it, and within few minutes you are going to see. സുവിശേഷം എന്ന് പറയുന്നത് കുറച്ച് നല്ല കാര്യം പറയുന്ന സ്ഥലമല്ല. Gospel is not a place where you speak some good things. സുവിശേഷം എന്ന് പറയുന്നത് ഗുണദോഷങ്ങൾ പറയുന്ന സ്ഥലമല്ല. Nor it is a place where you should say give instruction, good instruction. ഇവിടുന്ന് കുറെ ഇൻസ്ട്രക്ഷൻ തരുന്ന സ്ഥലമല്ല സുവിശേഷം. It is not a place where you give list of instruction. ഒന്നിനെയും ഭയമില്ലാത്ത പൗലോസ് പറയുന്നു, ഞാൻ ഭയക്കുകയാണ്. Apostle Paul, who is not afraid of anything, is saying that he is afraid now. ഭയപ്പെടരുതെന്ന് പറഞ്ഞ പൗലോസ് പറയുന്നു, ഞാൻ ഭയപ്പെടുന്നു. Apostle Paul, who says fear not, he himself is എന്തിനാണ് താൻ ഭയപ്പെടുന്നത്? Why is he afraid? ഏതെങ്കിലും വ്യക്തികളെയാണോ? Is he becoming afraid of any പൈശാചിക ലോകത്തെയാണോ? Or is he afraid of any demonic world? ഇവയൊന്നുമല്ല താൻ ഭയപ്പെടുന്നത്. He is not being afraid of anything. ആ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കായി പോകുമോ എന്ന് വിചാരിച്ച്, എന്ന് വെച്ചാൽ ഇച്ചിരൂടെ
ലളിതവാക്കിയാൽ എൻ്റെ പ്രസംഗം വെറും വാചകമടി മാത്രമോ ആയി മാറുന്നോ അങ്ങനെ ആകുന്നോ താൻ ഭയപ്പെടുകയാണ്. If I say he's afraid that his words are just normal words or simple words, that is of now no use. സുവിശേഷം വാചകമടിയല്ല. Gospel is not just speaking words. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, സുവിശേഷം വാചകമടിയല്ല. Touch the person nearby and say gospel is not just speaking words. ഇത് കാണാനുള്ള സ്ഥലമാണ്. Gospel is a place where you need to see things. ഈ സൂപ്പർ നാച്ചുറൽ ഞാൻ വിശ്വസിക്കുന്നതിന്റെ കാരണം, ഞാൻ പ്രസംഗിക്കുന്നതിന്റെ കാരണം ഇതിനകത്ത് കാണാൻ ഒത്തിരിയുണ്ട്. The reason why I preach supernatural and minister supernatural because there is many things that you can see in it. ചിലര് പറയും ഞങ്ങൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. Some will say that I do not believe in anything of ഇപ്പോ it. കുറച്ച് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്, സൂപ്പർ നാച്ചുറൽ, അത്ഭുതം, അടയാളം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട്. Now some young children have come out speaking signs and wonders and അങ്ങനെ supernatural. പറയുന്നവർക്ക് ബൈബിൾ വിശ്വസിക്കാൻ അനുവാദമില്ലെന്നാണ് ഞാൻ പറയുന്നത്. If people say like this, സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കാൻ കഴിയാത്തവർക്ക് ബൈബിൾ വിശ്വസിക്കാൻ അനുവാദമില്ല. they don't have the right to believe the Bible. സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കാത്തവർക്ക് യേശുവിനെ വിശ്വസിക്കാൻ അനുവാദമില്ല. Those who do not believe supernatural, they don't have the right to believe in Jesus. ബൈബിൾ പറയുന്ന ഏറ്റവും ചെറിയ സൂപ്പർ നാച്ചുറൽ പറയാം. I will say the least supernatural that Bible says. ഒരുവൻ യേശുവിലേക്ക് വരുമ്പോൾ വിശ്വസിക്കേണ്ട ചെറിയ സൂപ്പർ നാച്ചുറൽ. I will tell you the smallest supernatural if a person has to believe in Jesus. ഏറ്റവും ചെറിയ സൂപ്പർ The നാച്ചുറൽ. least supernatural that you have to believe. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. Virgin conceived and gave birth to a son. അടൂരിൽ ഇത് സൂപ്പർ നാച്ചുറൽ ആണ്. തിരുവനന്തപുരത്തെ കാര്യം എനിക്കറിയത്തില്ല. പുരുഷന്റെ സഹായമില്ലാതെ, പുരുഷന്റെ കൈകടത്തലുകളില്ലാതെ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ഇതിന്റെ പേര് ഒന്ന് ഉറക്കെ പറയാൻ പറ്റുമോ? In Adur, this is supernatural. I don't know about Trivandrum. Without the help of a man, without the help of a husband, a girl, a woman giving birth to a son. Okay, നിങ്ങൾ ഉറക്കെ പറഞ്ഞില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറ, അത് സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറ. Touch the person nearby you and say that is supernatural. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു, അത് സൂപ്പർ നാച്ചുറൽ ആണെന്ന് പറ. Virgin conceived and gave birth to a son, that is supernatural. ഒരുവൻ യേശുവിലേക്ക് വരുമ്പോൾ ആദ്യം വിശ്വസിക്കേണ്ടത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു, ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ. If a person comes to Jesus, the first thing that he has to believe is that a virgin conceived and gave birth to a son. ഞാൻ പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ സൂപ്പർ നാച്ചുറലുകൾ. I'm talking about the foundational supernatural thing that is in Christianity. നിങ്ങൾ പറയണം ഇത് സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ പിന്നെ എന്താണെന്നൊന്ന് പറഞ്ഞു. You tell me that if this is not supernatural, then what it is? കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നു. Virgin conceived and gave birth to child. ഈ മകൻ പോകുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. And wherever the son went, there all miracles happened. കാനാവിലെ വീട്ടിൽ ചെല്ലുന്നു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്നു. He went to the house of Cana and made water into wine. വാക്ക് പുറപ്പെടുവിച്ച് പച്ചവെള്ളം വീഞ്ഞായി മാറുന്നു. Sending his word, the water became wine. ഇതിന്റെ പേരെന്താണ്? What is this called? Supernatural. It is called supernatural. കുരുടൻ വിളിക്കുന്നു, കണ്ണ് ഒരു ഓപ്പറേഷനും ഇല്ലാതെ കൈ തൊട്ടുന്നു, കൈ എടുക്കുന്നതിനകത്ത് കണ്ണ് തുറന്നു വരുന്നു. ഇതിന്റെ പേരെന്താണ്? A blind called him and he touched his eyes, he was immediately healed. What is it called? പറഞ്ഞാട്ടെ, ഇതിന്റെ പേരെന്താണ്? What is it called? Supernatural. തന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടുന്നു, രക്തസ്രാവം നിൽക്കുന്നു. ഇതിന്റെ പേരെന്താണ്? Touching the cloth of this Jesus, the bleeding was stopped. What is it called? ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ എനിക്ക് തോന്നുന്നു, ഇത്രയും സൂപ്പർ നാച്ചുറൽ ചെയ്ത ആള് ക്രൂശിൽ മരിക്കുന്നു. അതിനേക്കാൾ വലിയ സൂപ്പർ നാച്ചുറൽ. The greatest supernatural I want to tell you is this person who did so many supernatural died on the cross. യേശു ക്രൂശിൽ മരിച്ചത് ഏറ്റവും വലിയ സൂപ്പർ നാച്ചുറൽ. Jesus dying on the cross is the greatest supernatural. ഒരിക്കലും മരണം ആവശ്യമില്ലാത്ത ആള്, മരണം തൊടാൻ പറ്റാത്ത ആള് മരിച്ചിരിക്കുന്നു. The one who can never need a death, or no one who can never death cannot touch, he died on the cross. ആള് മൂന്നാമത്തെ ദിവസം മരണപാശങ്ങളെ അഴിച്ചു കളഞ്ഞിട്ട് പുറത്തു വന്നെന്ന്. That person on the third day loosened the pains of death, came out. അവൻ പുറത്തു വന്നെന്ന്. He came out. ഇതിന്റെ പേരെന്താണ്? What is it called? മരിച്ച ആള് 3 ദിവസത്തിന് ശേഷം പുറത്തു വന്നു. ഇതിന്റെ പേര് അറിയാവുന്നവർ Supernatural. The dead person
ആള് 40 ദിവസങ്ങൾക്ക് ശേഷം ഒലിവുമലയിൽ നിന്ന് മുകളിലോട്ട് പോയെന്ന്. That person, after walking with his disciples 40 days from the Olive Mountain, was ascended to heaven. ഇവിടുത്തെ ഗുരുത്വാകർഷണ നിയമപ്രകാരം മുകളിലോട്ട് ഏത് വസ്തു ഇട്ടാലും അന്നേരം തന്നെ അത് താഴേക്ക് വരും, മുകളിൽ നിൽക്കാൻ പറ്റത്തില്ല. വേണ്ട പ്രകൃതിയാതീതമായി ഇത് സംഭവിക്കുന്നു, സൂപ്പർനാച്ചുറൽ സംഭവിക്കുന്നു. മുകളിലോട്ട് കണ്ണ് നോക്കി നിൽക്കുമ്പോൾ മേഘപാളികളെ കീറിയവൻ മുകളിലേക്ക് പോയി. According to the law of gravity, anything that you throw up will come down, but defeating the law of gravity, Jesus ascended to heaven by seeing it. His disciples saw him going heaven. What is this is called? 100 പേര് കൂടിയിരിക്കുന്നിടത്തുനിന്ന് ഒരാൾ മുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഇതിന്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ. When 100 or 200 people gathered, in their midst Jesus was ascended up. What is this ആ called? പോകുന്നയാൾ പറയുക, എന്നിൽ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവർ ഇതുപോലെ പോകുമെന്ന്. The person who ascended said that those who believe in me, the one who believes will also be ascended. ക്രിസ്ത്യാനിത്വത്തിലെ അടിസ്ഥാനങ്ങൾ തന്നെ ഒരുവൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ ആദ്യ സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ വിശ്വസിക്കേണ്ട ചെറിയ കാര്യങ്ങളാണിത്. ലോകത്തുള്ളവരോട് പറഞ്ഞാൽ, അല്ല വെളിയിലുള്ളവരോട് പറഞ്ഞാൽ, യേശുവിൽ വിശ്വാസമില്ലാത്തവരോട് പറഞ്ഞാൽ മണ്ടന്മാരെന്നേ വിളിക്കത്തുള്ളൂ. വലിയ വിഡ്ഢിത്തരം പറയുന്നവരെ കൂട്ടമെന്നേ പറയത്തുള്ളൂ. മരിക്കുന്നു, ഉയർക്കുന്നു, ഇനി വിശ്വസിക്കുന്നവരെ മൊത്തം ഇതുപോലെ കൊണ്ടുപോകുന്നു, പോയാൾ അതുപോലെ തിരിച്ചു വരുമെന്ന് പറയുന്നു. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ. I'm talking to you the foundational the knowledge where becoming Christian, you have to believe this truth. If you speak to somebody who is outside who do not know Jesus, they will say us as foolish and crazy ones. This is called supernatural. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഇത് അടൂരിലുള്ള പിള്ളേർക്ക് വെപ്രാളം കയറിയപ്പോൾ വിളിച്ചു പറഞ്ഞ പേരല്ല സൂപ്പർ നാച്ചുറൽ എന്ന്. ബൈബിൾ വിശ്വസിക്കുന്നവൻ സൂപ്പർ നാച്ചുറൽ വിശ്വസിച്ചാലേ തുടങ്ങാൻ പറ്റൂ. ജീവിക്കുന്ന കാര്യമല്ല, തുടങ്ങണൽ സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കണം. സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ക്രിസ്ത്യാനിയായി തുടങ്ങാൻ അനുവാദമില്ല. One who believes in Bible, one who wants to begin into Christianity must believe in the supernatural. If he does not believe, he doesn't have the right to begin.